അപ്പോൾ തഗ് ലൈഫ് രാവിലെ തന്നെ പോയി കണ്ടു. ഒരു ആവറേജ് സംഭവം എന്നതിലുപരി വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് സെറ്റായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് കൊണ്ടേ കളഞ്ഞു. അപ്പോൾ തഗ് ലൈഫ് മണിരത്നവും കമലഹാസനും കൂടെ നായകന് ശേഷം ഒന്നിക്കുന്ന സിനിമയാണ്. പടത്തിൽ ജോർജ് ജോർജ്, കമലഹാസൻ, സിംബു, ത്രിഷ, അഭിരാമി എന്നിവരാണ് മെയിൻ റോളായിട്ട് വന്നിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ബാബുരാജൊക്കെ ഉണ്ട് ചെറിയൊരു റോളിൽ. പടം ഫുള്ളായിട്ടൊരു നൈസായിട്ടൊന്നും കാണാൻ ഉള്ള വകയുള്ളൂ, അല്ലാതെ വലിയൊരു കഥയോ കാര്യങ്ങളൊന്നുമില്ല. സ്ഥിരം കണ്ടുവരുന്ന ഗ്യാങ്സ്റ്റർ സ്റ്റോറി തന്നെയാണ് ഇതിലും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് കടന്നപ്പോഴത്തേനും നമ്മുടെ സിറുത്തെ ശിവ അജിത്തിന് വേണ്ടി പണിയ മറ്റേ വിവേക മൂവിയുടെ ഒരു സെറ്റപ്പായിരുന്നു. വെടികൊണ്ട് കാട്ടി വീഴുന്ന നായകൻ കാടിൻ്റെ നടുക്കൂടെ എന്തൊക്കെ കാണിച്ചുകൊണ്ട് നടന്ന് പിന്നെ തിരിച്ചു വരുന്നു. അതൊക്കെ വൻ ബോറായി പടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മണിരത്നമൊക്കെ ഇങ്ങനെ കാണിക്കുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. കാരണം പടത്തിൽ വൻ ഷോകമായിപ്പോയി സെക്കൻഡ് ഹാഫ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. പിന്നെ ആക്ടിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ കമലഹാസനും സിംബുവും വേറെ ലെവലാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് തൃഷ വന്ന് പോകുന്നുണ്ടെങ്കിലും അത്ര വലിയ റോളൊന്നും സെറ്റപ്പായ റോളൊന്നും കിട്ടിയിട്ടില്ല തൃഷയ്ക്ക്. ബാക്കി എല്ലാവരും ജോജൊക്കെ തകർത്തിട്ടുണ്ട് പടത്തിൽ. ഫസ്റ്റ് ഹാഫ് നല്ലപോലെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും, പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരിക്കലും ഒരു വർത്ത് വാച്ചല്ല, ഭയങ്കര ഷോക്കാക്കി കളഞ്ഞു. പിന്നെ വെടികൊണ്ട് കാട്ടി വീഴുന്ന നായകൻ, കുറേ മൂപ്പന്മാർ വന്ന് രക്ഷിക്കുന്നു, ഇതൊക്കെയാണ് സ്ഥിരം കണ്ടത്. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് യോധയ്ക്കകത്തെ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഐറ്റം ഓർമ്മ വന്നു. ആ കാട്ടി വീണ് അഭ്യസിച്ച് മുടിയൊക്കെ വളർത്തി വരുന്ന പോലെയാണ് കമലഹാസൻ ഇതിനകത്ത് സെക്കൻഡ് ഹാഫ് വരുന്നത്. ഓവറോൾ ചുമ്മാ വേണമെങ്കിൽ ഒന്ന് കണ്ടിരിക്കാം, അല്ലാതെ വലിയൊരു സെറ്റപ്പായൊരു സിനിമയൊന്നും അല്ല. ഒരു വാച്ചബിൾ മൂവി, അതിൻ്റെ അപ്പുറമൊന്നുമില്ല. കമലഹാസനും തള്ളിയ പോലെ നായകൻ്റെ അപ്പുറമൊന്നും ഈ പടം പോകത്തില്ല.